ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ ഒരു അടിപൊളി അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ വാട്സപ്പിൽ ആർക്കെങ്കിലും മെസ്സേജ് എല്ലാം അയക്കണമെങ്കിൽ അവരുടെ ഈ ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു കോൺടാക്റ്റ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ മെസ്സേജ് എന്ന ഭാഗത്ത് നമ്മൾ ഇവിടെ സാധാരണ അവർക്ക് എന്തെങ്കിലും അയക്കേണ്ട മെസ്സേജ് ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ഇവിടെ ഹായ് ഹൗ ആർ യു എന്നെല്ലാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആർ യു കമ്മിങ് ടുഡേ എന്നുകൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഈ ഒരു മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് അർജൻറ്റായി മറ്റെന്തെങ്കിലും എൻഗേജ്മെൻ്റ് എല്ലാം വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കെല്ലാം വന്നു എങ്കിൽ സാധാരണ നമ്മൾ ഇത് ഇവിടെ ക്വിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനെല്ലാം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ പെട്ടെന്ന് അയക്കാതെ ഇതുപോലെ ബാക്ക് ചെയ്യുകയെല്ലാമാണ് ചെയ്യുക. എന്നാൽ ഇത്തരത്തിൽ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഇതെല്ലാം തന്നെ നമുക്ക് നഷ്ടമാകും. വീണ്ടും നമ്മൾ ആ ഒരു കോൺടാക്ട്സ് എല്ലാം തിരഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ വീണ്ടും നമ്മൾ ഇതുപോലെ മെസ്സേജ് എല്ലാം ടൈപ്പ് ചെയ്യേണ്ടതായി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റിൽ ഇതുപോലെ നിങ്ങൾ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന കാര്യം ഇത് നിങ്ങൾ ബാക്ക് ചെയ്യുമ്പോഴും ഇപ്പോൾ നിങ്ങൾക്കിത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഈ ഒരു കോൺടാക്ട്സിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരക്കെല്ലാം ഒഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായി ആഡ് ചെയ്യണമെങ്കിലെല്ലാം ഇതെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇത് സെൻഡ് ചെയ്യാനെല്ലാം സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ബാക്ക് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു കോൺടാക്റ്റ് ഇത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ, അതായത് നമ്മുടെ ഈ ചാറ്റ് വിൻഡോയിൽ ഏറ്റവും ഫ്രണ്ടിലായി തന്നെ കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഏറ്റവും മുകളിൽ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഇവർക്കൊരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നു എന്നെല്ലാം നമുക്ക് റിമൈൻഡ് ചെയ്യാൻ തന്നെ ഇത്തരത്തിൽ ഏറ്റവും ഫ്രണ്ടിലായി തന്നെ ഇത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ വീണ്ടും ഇവിടെ തന്നെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഈസിയായി ഇതുപോലെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതെല്ലാം തന്നെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സെൻഡ് എന്ന് കൊടുക്കാം. നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.